കാലമെല്ലാം ആറടി മണ്ണിൽ നീറിയോടും ആറടി മണ്ണിൽ. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം തന്നെ 2023-24 വാർഷിക പദ്ധതി അന്തിമമാക്കി ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കുന്ന തിരക്കിലായിരിക്കും. നമ്മുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പയാണ് ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കൽ. ഗ്രാമസഭകൾ വഴിയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കേണ്ടത്. അനുച്ഛേദം 243G പ്രകാരം 3 മാസത്തിലൊരിക്കലെങ്കിലും നിർബന്ധമായും ഗ്രാമസഭകൾ കൂടണം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഗ്രാമസഭ നമ്മുടെ വാർഡ് മെമ്പറായിരിക്കും ഗ്രാമസഭയുടെ കൺവീനർ പ്രസിഡന്റുമായി കൂടിയാലോചിച്ച് ഗ്രാമസഭ നടക്കുന്ന തീയതിയും സ്ഥലവും തീരുമാനിക്കേണ്ടതും ഒരു പൊതു നോട്ടീസ് മുഖാന്തരം അത് ആ വാർഡിലെ ജനങ്ങളെ അറിയിക്കേണ്ടതുമാണ്, വോട്ടർമാരെ അറിയിക്കേണ്ടതുമാണ്. ആ ഗ്രാമസഭ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെയും ജില്ലാ പഞ്ചായത്ത് അംഗത്തെയും അതുപോലെ നിയമസഭാ അംഗത്തെയും നിർബന്ധമായിട്ടും ഗ്രാമസഭയ്ക്ക് ക്ഷണിക്കേണ്ടതാണ്. കൺവീനർ വാർഡ് മെമ്പറാണെന്ന് പറഞ്ഞല്ലോ. ഏതെങ്കിലും കാരണവശാൽ വാർഡ് മെമ്പർക്ക് തൻ്റെ ചുമതല നിർവഹിക്കാൻ കഴിയാതെ വന്നാൽ പ്രസിഡന്റിന് തൊട്ടടുത്ത മറ്റൊരു വാർഡിലെ മെമ്പറെ ഈ കൺവീനർ സ്ഥാനം ഏൽപ്പിക്കാവുന്നതാണ്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഏതെങ്കിലും കാരണവശാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല എങ്കിൽ വൈസ് പ്രസിഡന്റും, പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇല്ല എങ്കിൽ ആ വാർഡിൻ്റെ വാർഡ് മെമ്പർ തന്നെയായിരിക്കും അതിൻ്റെ അധ്യക്ഷനായിട്ട് നിൽക്കേണ്ടത്. വാർഡിലെ വോട്ടർമാരുടെ ആകെ എണ്ണത്തിൻ്റെ 10%, അതായത് 10-1 ആ ഗ്രാമസഭയുടെ കോറം. ഏതെങ്കിലും കാരണവശാൽ കോറമില്ലാതെ മാറ്റിവെച്ചാൽ പിന്നീട് കൂടുന്ന ഗ്രാമസഭയ്ക്ക് 50 പേർ ഉണ്ടായിരിക്കണം. എപ്പോഴാണോ ഈ 50 പേർ തികയുന്നത് അപ്പോൾ മാത്രമേ ഗ്രാമസഭയുടെ കോറം തികയുള്ളൂ. നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞല്ലോ. പരമാവധി തെറ്റുകൾ കടന്നുകൂടാതെ സൂക്ഷിക്കണം ഒരു ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ. ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട 2/10/1997 220/97 എന്ന ഉത്തരവും 2/9/1998 181/98 എന്ന ഉത്തരവും അതുപോലെ നമ്മുടെ ഏറ്റവും പുതിയ മാർഗരേഖയായ 19/4/2022 84/2022 എന്ന ഉത്തരവും നിങ്ങൾ പരിഗണിക്കണം. ഗ്രാമസഭയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾക്ക് ഗ്രാമസഭകൾ ഇല്ലാത്തതിന് ബന്ധപ്പെട്ട പഞ്ചായത്തുകളുടെ ഗ്രാമസഭകൾ വഴിയാണ് അവരുടെ പദ്ധതികളിലേക്കും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾക്ക് ഏതെങ്കിലും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന പദ്ധതികളുണ്ടെങ്കിൽ അവയെ സംബന്ധിച്ച വിവരങ്ങൾ അതത് ഗ്രാമപഞ്ചായത്തുകളെ അറിയിച്ചിരിക്കണം. ഗുണഭോക്താക്കൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ ഒരു അപേക്ഷാ ഫോം നിങ്ങൾ തയ്യാറാക്കണം. നമ്മുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ഘട്ടമാണ് ഈ അപേക്ഷാ ഫോം തയ്യാറാക്കൽ. ഈ ഗുണഭോക്തൃ ഫോം നമ്മൾ ഫീൽഡിലേക്ക് കൊടുക്കുമ്പോൾ അർഹരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും അപേക്ഷ നൽകാൻ അവസരം ലഭിക്കുന്ന തരത്തിൽ അവസാന തീയതിയും സമയവും നിശ്ചയിച്ച് നൽകണം. ഇത് വ്യാപകമായി പരസ്യപ്പെടുത്തുകയും വേണം. വ്യാപകമായ പരസ്യം നൽകി എല്ലാ പൊതു സംവിധാനങ്ങളിലൂടെയും നിങ്ങൾക്ക് ഈ ഗുണഭോക്തൃ ഫോറം വിതരണം ചെയ്യാവുന്നതാണ്. ഇതിനെ സംബന്ധിച്ച അറിയിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അപേക്ഷാ ഫോറം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കണം. മിക്കവാറും നിങ്ങളുടെ എല്ലാവരുടെയും പഞ്ചായത്തുകൾ അപേക്ഷാ ഫോറം വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന അപേക്ഷാ ഫോറം കാണും. പ്രസിൽ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടായിരിക്കും. അത് പരിശോധിച്ചിട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ പോലെ തന്നെയാണോ അതെന്ന് ഒന്ന് നോക്കുക. അപേക്ഷാ ഫോറം മലയാളത്തിലോ പ്രാദേശിക ഭാഷയിലോ ലളിതമായ രൂപത്തിലാണ് തയ്യാറാക്കേണ്ടത്. ആർക്കും വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം നമ്മുടെ അപേക്ഷാ ഫോറം തയ്യാറാക്കേണ്ടത്. അതൊന്നാമത്തെ കാര്യം. അപേക്ഷകൻ്റെയും കുടുംബത്തിൻ്റെയും ഒരു ഏകദേശ ചിത്രം നമുക്ക് ഈ അപേക്ഷാ ഫോറത്തിൽ നിന്ന് ലഭിക്കണം. അതായത് അവർ ഈ അപേക്ഷാ ഫോറം ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് ഇടുന്നതിന് വേണ്ട ഇൻപുട്ടുകളെല്ലാം ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് ലഭിക്കണം. അവർ പോലും അറിയാതെ നമ്മുടെ മുൻഗണനാ മാനദണ്ഡങ്ങൾ, നമുക്ക് മാർക്കിടേണ്ട മാനദണ്ഡങ്ങൾ ആ ഫോമിലേക്ക് വരണം. ആ രീതിയിലായിരിക്കണം ഓരോ അപേക്ഷാ ഫോറവും തയ്യാറാക്കേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒന്ന് മനസ്സിലാകും. നമ്മുടെ മിക്കവാറും പദ്ധതികളുടെയൊക്കെ ഒരു മുൻഗണനാ മാനദണ്ഡം ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന അംഗങ്ങളുള്ള കുടുംബത്തിന് ഒരു 20 മാർക്ക് നൽകുമെന്നതായിരിക്കും. മിക്കവാറും എല്ലാ പദ്ധതികളുടെയും ഒരു മുൻഗണനാ മാനദണ്ഡമായിരിക്കും. അപ്പോൾ നിങ്ങൾ അപേക്ഷാ ഫോറം തയ്യാറാക്കുമ്പോൾ ഒരു ചോദ്യം അതിനകത്തുണ്ടായിരിക്കണം. അതായത് കുടുംബത്തിൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വിവരം. അപ്പോൾ അവർ ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ആ വിവരം നൽകുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് അവർക്ക് എന്ത് ചെയ്യാം, ഒരു 20 മാർക്ക് കൂടി മുൻഗണനയായിട്ട് അതായത് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു അംഗം ഉള്ളതുകൊണ്ട് 20 മാർക്ക് കൂടി മുൻഗണനയായിട്ട് നമുക്ക് നൽകാം. അങ്ങനെ അവരറിയാതെ ആ ഫോമിലേക്കുള്ളൊരു ഇൻപുട്ട് നമ്മൾ നേടുകയാണ്. മറ്റൊരു ഉദാഹരണം കൂടി പറയാം.
നിങ്ങൾ കാലിത്തൊഴുത്തിന് സബ്സിഡി കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ പഞ്ചായത്തിലുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ അപേക്ഷ ഫോർ ആ പദ്ധതിയുടെ ഒരു മുൻഗണന എന്ന് വെച്ചാൽ 2ൽ കൂടുതൽ പശുക്കളുള്ള കർഷകനാണെങ്കിൽ അവർക്ക് അദ്ദേഹത്തിന് 20 മാർക്ക് മുൻഗണനകൾ കൊടുക്കുന്നു. അത് പ്രോജക്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപേക്ഷ ഫോറം തയ്യാറാക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കും, നിങ്ങൾ ക്ഷീര കർഷകനാണോ? ആണെങ്കിൽ എത്ര പശുക്കളെ വളർത്തുന്നുണ്ട്? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 2 അല്ലെങ്കിൽ 2ൽ കൂടുതൽ ഒരു എണ്ണം അതിൽ നിന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് അതിൻ്റെ മുൻഗണനാ മാർക്ക് ആ 20 മാർക്ക് നമുക്ക് കൊടുക്കാം. ഇങ്ങനെ നിങ്ങളുടെ പഞ്ചായത്ത് തയ്യാറാക്കുന്ന ഓരോ പദ്ധതിയുടെയും മുൻഗണന ഏതാണെന്ന് നോക്കി അത് ഇൻപുട്ടായിട്ട് കിട്ടുന്ന രീതിയിൽ അപേക്ഷ ഫോറത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം. ഓരോ വർഷത്തെയും ഫോമുകൾ കോപ്പി പേസ്റ്റ് ചെയ്ത് അതുപോലെ ഉപയോഗിക്കരുത്. പ്രൊജക്റ്റ് അനുസരിച്ച് അർഹതാ മാനദണ്ഡം ഓരോ വർഷവും മാറ്റണം. ഒരു അപേക്ഷ ഫോറത്തിനകത്ത് അത്യാവശ്യം, ഞാൻ ആദ്യമേ പറഞ്ഞ അത്യാവശ്യ വിവരങ്ങൾ ഒരു അപേക്ഷകനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് അത്യാവശ്യ വിവരങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഒരു അപേക്ഷ ഫോറം പരിചയപ്പെടുത്താൻ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക. സ്ക്രീനിൽ ഈ ഒരു അപേക്ഷ ഫോറത്തിൽ നോക്കി, ഈ പഞ്ചായത്തിൻ്റെ അപേക്ഷാ ഫോറം നോക്കുമ്പോൾ അത്യാവശ്യ വിവരങ്ങൾ ഇങ്ങനെയുള്ള ഒരു അപേക്ഷകൻ്റെ പേര്, പൂർണ്ണമായ വിലാസം, അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽ, റേഷൻ കാർഡ് നമ്പർ, BPL ആണോ അത് APL ആണോ, ഇങ്ങനെയുള്ള അത്യാവശ്യ വിവരങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ഈ അപേക്ഷാ ഫോറത്തിൽ ഓരോ പദ്ധതിയുടെയും അർഹതാ മാനദണ്ഡവും മുൻഗണനാ മാനദണ്ഡം നൽകുന്ന മാർക്കും വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വേണം നൽകാൻ. ഓരോ പ്രോജക്റ്റിൻ്റെയും അർഹതാ മാനദണ്ഡവും മുൻഗണനാ മാനദണ്ഡവും വ്യത്യസ്തമായിരിക്കും. നമ്മൾ പലപ്പോഴും സെയിം ഫോറം തന്നെയായിരിക്കും ഇതിന് ഉപയോഗിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, ഫോറം എപ്പോഴും വ്യത്യാസപ്പെടുത്തണം. നിലവിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ തെറ്റാണ് എല്ലാ പദ്ധതികൾക്കും ഒരേ മുൻഗണനയായിരിക്കും പറയുന്നത്. അതായത് മുൻഗണനാ മാനദണ്ഡങ്ങളെല്ലാം ഒന്നായിരിക്കും പറയുന്നത്. പണ്ട് തൊട്ടേ കണ്ടുവരുന്ന തെറ്റാണ്. ഒരിക്കലും പാടില്ല ഈ ഒരു കാര്യം. ഓരോ പദ്ധതിക്കും മുൻഗണന വ്യത്യാസമായിരിക്കും. വീട് നൽകുന്നതിനുള്ള മുൻഗണന ആയിരിക്കത്തില്ല കാലിത്തൊഴുത്ത് നൽകുന്നതിനുള്ളത്, അതായിരിക്കത്തില്ല ചിലപ്പോൾ നമ്മൾ ആട് വളർത്തൽ നൽകുന്നത്, അതായിരിക്കത്തില്ല സ്കോളർഷിപ്പ് നൽകുന്നത്. ഓരോന്നിൻ്റെയും മുൻഗണന വ്യത്യാസമായിരിക്കും. ഏതാണ് മുൻഗണന എന്ന് വ്യക്തമായി നിശ്ചയിച്ച് അതും അവയ്ക്ക് നൽകുന്ന മാർക്കും ഈ ഫോറത്തിൽ വ്യക്തമായിട്ട് വരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിലവിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ തെറ്റ് എല്ലാ പ്രൊജക്റ്റുകൾക്കും ഒരേ മാനദണ്ഡമായിരിക്കും നിങ്ങൾ അപേക്ഷ ഫോറത്തിൽ കൊടുക്കുന്നത്. ഒരിക്കലും പാടില്ല. ആ പ്രോജക്റ്റിനകത്ത് എന്താണ് മാനദണ്ഡമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയായിരിക്കണം ആ ഫോറത്തിലും നൽകേണ്ടത്. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ പഞ്ചായത്തിൽ ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം എന്നൊരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അതിൻ്റെ മുൻഗണനാ മാനദണ്ഡം എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ഇപ്പം പ്രൊജക്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഇത് നമുക്കറിയാം. ഇവിടെ 28ലും 29 28ാമത്തെ ഭാഗത്ത് അതിൻ്റെ അർഹതാ മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ അർഹത? ചാഴൂർ ഗ്രാമപഞ്ചായത്ത് നിവാസികളായിരിക്കണം, വാർഷിക വരുമാന പരിധി പറഞ്ഞിട്ടുണ്ട്, ഏജ് പറഞ്ഞിട്ടുണ്ട്. അർഹത ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന് തൊട്ട് താഴെ അതിൻ്റെ മുൻഗണനാ മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട്. അതായത് നോക്കിയോ, ആഴ്ചയിൽ 2 അതിലധികമോ ഡയാലിസിസ് ചെയ്യുന്നവർ അവർക്ക് 10 മാർക്കുണ്ട്. ഏക വരുമാന മാർഗമായുള്ളവർക്ക് 10 മാർക്ക്, BPLകാർക്ക് 10 മാർക്ക്, മറ്റ് അസുഖമുള്ളവർക്ക് 10 മാർക്ക്. ഇങ്ങനെയാണ് അവർ പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്നത്. അതായത് മൊത്തം 50 മാർക്കിനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ ഓരോ പദ്ധതിക്കും ഒരു മുൻഗണനാ മാനദണ്ഡം ഉണ്ടായിരിക്കും. അതായിരിക്കണം നിങ്ങളുടെ ഫോമിൽ വരേണ്ടത്. ഇതിൻ്റെ ഫോം ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഫോമിനകത്ത് കണ്ടോ, ഈ ഫോമിലൊരു ഭാഗത്ത്, ഇത് മറ്റൊരു പഞ്ചായത്തിൻ്റെയാണ്, ഈ ഫോമിലൊരു ഭാഗത്ത് കണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ്. ഈ ഭാഗത്ത് ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ വ്യക്തമായിട്ട് മുൻഗണനാ മാനദണ്ഡം ഇത്രയും പദ്ധതികൾ ആ പഞ്ചായത്തിൽ ബെനിഫിഷ്യറിക്ക് കൊടുക്കുന്ന പദ്ധതികളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ കണ്ടോ, ഓരോ പദ്ധതിക്കും എത്ര രൂപ വരെ എത്ര ധനസഹായം കൊടുക്കുമെന്നും അതിൻ്റെ മുൻഗണനാ മാനദണ്ഡം എന്താണെന്നും ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു ഫോം നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അതിനകത്ത് തന്നെ ജനറൽ വിഭാഗത്തിൻ്റെ മുൻഗണന പറഞ്ഞിട്ട് അതിനുശേഷം പട്ടികജാതിയുടെയും പട്ടികവർഗത്തിൻ്റെയും പ്രത്യേകിച്ച് പ്രൊജക്റ്റ് വൈസ് തന്നെ പറഞ്ഞു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഗ്രാമപഞ്ചായത്തുകൾ മാത്രമാണ് ഗ്രാമസഭകൾ നടത്തുന്നത്. ഇപ്പം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ബെനിഫിഷ്യറിക്ക് ആനുകൂല്യം നൽകുന്ന പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ലിസ്റ്റ് തയ്യാറായി കൊടുക്കേണ്ടത് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പദ്ധതികൾ ഏതൊക്കെ, ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പദ്ധതികളിൽ ഏതൊക്കെ പദ്ധതികളിൽ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം കൊടുക്കുന്നുവെന്ന് അവിടെ നിന്ന് ലിസ്റ്റ് വാങ്ങുക. അവയുടെയും അർഹതാ മുൻഗണനാ മാനദണ്ഡവും വാങ്ങുക. പലപ്പോഴും നമ്മൾ ഫോം തയ്യാറാക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പദ്ധതികളെന്ന് പറഞ്ഞ് വലിയൊരു പദ്ധതിയുടെ ലിസ്റ്റ് കൊടുക്കും. ആൾക്കാർ കൃത്യമായ ധാരണയൊന്നുമില്ലാതെ ഇതിലേക്ക് അപേക്ഷകൾ നൽകുകയും ചെയ്യും. അങ്ങനെയല്ല വേണ്ടത്. ഇവയ്ക്കും ഒരു അർഹതാ മാനദണ്ഡം മുൻഗണനാ മാനദണ്ഡം ഉണ്ടായിരിക്കും.
അപ്പോൾ അതുകൂടി ഫോമിൽ കൊടുക്കുകയാണെങ്കിൽ പരമാവധി അർഹരായ ആൾക്കാർ മാത്രമേ പദ്ധതിക്ക് അപേക്ഷിക്കുകയുള്ളൂ. മുൻഗണന നമുക്ക് പിന്നീട് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികൾക്ക് ഗുണഭോക്താക്കളെ തയ്യാറാക്കുന്ന അതുപോലെ ആ ഫോമിൽ അതുപോലെ തന്നെ അത്രയും കാര്യങ്ങൾ ബ്ലോക്ക് ജില്ലാ പദ്ധതികൾക്ക് വേണ്ടിയുള്ളതിലും ഉണ്ടായിരിക്കണം. ഈ വിവരങ്ങളൊക്കെ പരിശോധിക്കാനുള്ളൊരു പ്രൊഫോമ കൂടി നമ്മുടെ ഫോമിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം. അപേക്ഷ സ്വീകരിക്കുന്നതിനൊരു ഫൈനൽ തീയതി, ഒരു കട്ട് ഓഫ് തീയതി നിങ്ങൾ നിശ്ചയിക്കണം. ആദ്യം പറഞ്ഞ പോലെ അതിൻ്റെ പരസ്യം, അതിൽ സംബന്ധിച്ച പരസ്യം വ്യക്തമായിട്ട് കൊടുക്കണം. അവസാന തീയതി വരുന്ന അപേക്ഷകൾ ക്രോഡീകരിച്ച് ഏത് തലത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ക്രോഡീകരിക്കാം, എവിടെ വേണമെങ്കിലും സ്വീകരിക്കാം. എന്തായാലും ഒരു ക്രോഡീകരണം ഉണ്ടായിരിക്കണം. അതിനുശേഷം അത് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് വിളിച്ച്, ഓരോ വർക്കിംഗ് ഗ്രൂപ്പ് വൈസ് വിളിച്ചിട്ട്, നമ്മുടെ പ്രൊജക്റ്റിനെ നിങ്ങൾക്ക് അറിയാം, ഓരോ വർക്കിംഗ് ഗ്രൂപ്പാണ് പ്രൊജക്റ്റ് തയ്യാറാക്കുന്നത്. അതത് വർക്കിംഗ് ഗ്രൂപ്പുകളെ വിളിച്ച് ഈ അപേക്ഷാ ഫോമുകൾക്ക് മാർക്കിടണം. അപ്പോൾ മാർക്കിടുന്ന എന്തിനെ ബേസ് ചെയ്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ മുൻഗണനയെ ബേസ് ചെയ്തായിരിക്കും മാർക്കിടുന്നത്. മാർക്കിട്ടതിന് ശേഷം ഓരോ വർക്കിംഗ് ഗ്രൂപ്പുകളും മാർക്കിട്ടതിന് ശേഷം അർഹരായവരിൽ നിന്ന് മുൻഗണനാ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്ക് ഇടേണ്ടത്. ഒരേ മാർക്ക് ലഭിക്കുന്നവരുണ്ടെങ്കിൽ ഏജിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ വീണ്ടും നമ്മൾ ക്രോഡീകരിക്കണം. ഇപ്രകാരം ചെയ്ത് പ്രോജക്റ്റ് വൈസ് ലിസ്റ്റ്, അതിൻ്റെ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം. കുറഞ്ഞത് 10 ദിവസമെങ്കിലും ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. കരട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത വിവരം മാധ്യമങ്ങൾ വഴി, സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ പൊതുജനങ്ങളെ അറിയിക്കുകയും വേണം. അതായത് അവർക്ക് ലിസ്റ്റ് പരിശോധിച്ച് ആക്ഷേപം ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ള സമയമാണ്. നമ്മൾ പറയുന്ന ദിവസത്തിനകത്ത് ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിച്ച് വേണം ലിസ്റ്റ് അന്തിമമാക്കി ഗ്രാമസഭയിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മൾ പഞ്ചായത്ത് തലത്തിലായിരിക്കും വർക്കിംഗ് ഗ്രൂപ്പിൽ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഗ്രാമസഭയിലേക്ക് പോകുമ്പോൾ അതത് വാർഡിലെ ലിസ്റ്റ് മാത്രം ഗ്രാമസഭയിലേക്ക് കൊണ്ടുപോയാൽ മതി. ഗ്രാമസഭയിൽ ഇത് ഒരു അജണ്ടയായിട്ട് നിങ്ങളുടെ ഗ്രാമസഭയിൽ ഉൾപ്പെടുത്തി ഈ ലിസ്റ്റ്, ഓരോ പദ്ധതിയുടെയും ലിസ്റ്റും അവർക്ക് ഓരോരുത്തർക്ക് കിട്ടിയ മാർക്കും വായിച്ച് ചർച്ച ചെയ്യണം. ഒരു സംശയം ചോദിക്കും, ഗ്രാമസഭയിൽ നിന്ന് ആപ്ലിക്കേഷൻ വന്നാൽ സ്വീകരിക്കാമോ എന്ന്? നിശ്ചയമായും സ്വീകരിക്കണം. ഗ്രാമസഭയിലേക്കും കുറച്ച് ബ്ലാങ്ക് ആപ്ലിക്കേഷൻ കൊണ്ടുവരണം. ആർക്കെങ്കിലും അപേക്ഷ നൽകാൻ പറ്റാതെ ഉണ്ടെങ്കിൽ അവർക്ക് ഗ്രാമസഭയിലകത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അപേക്ഷ നമുക്ക് സ്വീകരിക്കാം. ആ അപേക്ഷ കൂടി സ്വീകരിച്ച് വേണം നമ്മൾ ആ വാർഡിൻ്റെ ലിസ്റ്റ് അന്തിമമാക്കാൻ. ഗ്രാമസഭ മിനിറ്റ്സിലെ തീരുമാനം രേഖപ്പെടുത്തണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രാമസഭ നിശ്ചയിച്ച പ്രയോറിറ്റി മറികടക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് എന്നല്ല ആർക്കും യാതൊരു അധികാരവുമില്ല. ഗ്രാമസഭ അംഗീകരിച്ച ഈ ലിസ്റ്റ് ഭരണസമിതി അംഗീകരിച്ച് ഏതൊരു മാറ്റവും വരാതെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലും നമ്മുടെ നോട്ടീസ് ബോർഡിലുമൊക്കെ പബ്ലിഷ് ചെയ്യണം. പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്, നമ്മുടെ ബെനിഫിഷ്യറി ലിസ്റ്റൊക്കെ തയ്യാറാക്കും, പക്ഷേ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യില്ല. നിർബന്ധമായും ഇത്തവണ മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം, വെബ്സൈറ്റിൽ നിർബന്ധമായിട്ട് നമ്മുടെ ഗുണഭോക്തൃ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. ഇനി ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞു നിർത്താം. നമ്മളൊരു ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കി. ഈ ഗുണഭോക്തൃ ലിസ്റ്റ് ലഭിക്കുമ്പോൾ നിർവഹണ ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് ഇതിൽ ആനുകൂല്യം നൽകുന്നതെന്ന് നോക്കാം. ഉദാഹരണത്തിന് വീട് മെയിൻ്റനൻസിൻ്റെ ഒരു ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. ആ പഞ്ചായത്തിൽ ആകെ 15 വീട് മെയിൻ്റനൻസാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്തിൽ 18 വാർഡുണ്ട്. എല്ലാം കൂടി 120 അപേക്ഷ ലഭിച്ചു എന്നിരിക്കട്ടെ. നമുക്ക് ആകെ കൊടുക്കാൻ കഴിയുന്ന 15 പേർക്ക് മാത്രമാണ്. എങ്ങനെ ഈ പ്രതിസന്ധി പരിഹരിക്കാം? ഇവിടെ ചെയ്യേണ്ടത് നമ്മുടെ മാർഗ്ഗരേഖയിൽ വന്ന നിർദ്ദേശം അതുപോലെ പാലിക്കുക എന്നതാണ്. അതായത് പ്രോജക്റ്റ് പ്രകാരം ആനുകൂല്യം നൽകുന്നതിന് ഉള്ള ആൾക്കാരെക്കാളും കൂടുതലാണ് ഗുണഭോക്താക്കളുടെ എണ്ണമെങ്കിൽ അപേക്ഷകരുടെ എണ്ണത്തിന് ആനുപാതികമായി വേണം ആനുകൂല്യം നൽകാൻ. അതായത് ഒരു വാർഡിലെ അർഹരായ അപേക്ഷകരുടെ എണ്ണത്തെ എല്ലാ വാർഡുകളിലെയും അർഹരായ അപേക്ഷകരുടെ എണ്ണം കൊണ്ട് ഹരിച്ച് ആ കിട്ടുന്ന സംഖ്യയെ പ്രൊജക്റ്റ് പ്രകാരം തൻവർഷം ആനുകൂല്യം വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗുണഭോക്താക്കളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ ആ വാർഡിൽ നൽകാവുന്ന ആനുകൂല്യത്തിൻ്റെ എണ്ണം കിട്ടും. ഈ രീതിയിൽ ഓരോ വാർഡിലെയും എണ്ണം കണക്കാക്കണം. ചിലപ്പോഴെങ്കിലും പ്രാവർത്തികമാക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ള സംഭവമായിരിക്കും. ചിലപ്പോൾ ഫാക്ഷൻ നമ്പറൊക്കെ വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഗുണഭോക്താക്കളുടെ എണ്ണം നമുക്ക് ആനുകൂല്യം നൽകാൻ കഴിയുന്ന ഗുണഭോക്താക്കളുടെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ പ്രശ്നമില്ല. വാർഡിൻ്റെ എണ്ണത്തിനേക്കാളും കുറവാണ് ഗുണഭോക്താക്കളുടെ എണ്ണമെങ്കിൽ ഈ രീതിയിൽ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗുണഭോക്തൃ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പലരും ചോദിക്കുന്ന 1-2 സംശയങ്ങൾ കൂടി മറുപടി നൽകിക്കൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരു ഗുണഭോക്തൃ ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് വരെയായിരുന്നു? അതായത് 23-24 നിങ്ങളൊരു ഗുണഭോക്തൃ ലിസ്റ്റ് ഈ വർഷം തയ്യാറാക്കുക, നമ്മൾ ഈ വരുന്ന ഗ്രാമസഭയിൽ തയ്യാറാക്കുകയാണ്. ഈ ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് വരെയാണ്? സംശയം വേണ്ട, ആ ലിസ്റ്റിലെ എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം നൽകുന്നത് വരെയായിരിക്കും ആ ലിസ്റ്റിൻ്റെ കാലാവധി. നമ്മൾ പലപ്പോഴും 1 വർഷം കഴിയുമ്പോഴേക്കും ആ ലിസ്റ്റ് മാറ്റി മറ്റൊരു ലിസ്റ്റ് എടുക്കാറുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. ഒരു പദ്ധതിക്ക് വേണ്ടി തയ്യാറാക്കിയ
ലിസ്റ്റിലെ എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം നൽകുന്നതുവരെ ആ ലിസ്റ്റിന് കാലാവധി ഉണ്ടായിരിക്കും. അതുപോലെ വീട്, കിണർ, കക്കൂസ് തുടങ്ങിയ പദ്ധതികൾക്ക് വേണ്ടിയുള്ള ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കിയാൽ ആ ലിസ്റ്റ് അവസാനിക്കുന്നത് വരെ, അതായത് ആ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ആനുകൂല്യം നൽകുന്നത് വരെ ആ ലിസ്റ്റ് പരിഷ്കരിക്കാൻ പാടുള്ളതല്ല. മറ്റൊരു ചോദ്യമാണ്, നമ്മുടെ ഗ്രാമസഭ അംഗീകരിച്ചു തന്ന ലിസ്റ്റിൽ ഭരണസമിതിക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ, മുൻഗണനയിൽ മാറ്റം വരുത്താൻ കഴിയുമെന്ന്? ഒരിക്കലും മാറ്റം വരുത്താൻ കഴിയത്തില്ല. ഗ്രാമസഭ അംഗീകരിച്ചെന്ന ലിസ്റ്റിൽ ഒരു കാരണവശാലും ഭരണസമിതിക്ക് മാറ്റം വരുത്താൻ കഴിയുകയില്ല. എന്നാൽ ഗ്രാമസഭ അംഗീകരിച്ച കരട് ലിസ്റ്റിന്മേലുള്ള ആക്ഷേപത്തിൽ എന്തെങ്കിലും വസ്തുതാപരമായ സത്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ആ ഗുണഭോക്താവിൻ്റെ സ്ഥാനം മാറ്റണമെങ്കിൽ വരുന്ന ഗ്രാമസഭയിൽ അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങിയതിന് ശേഷം മാത്രം ആ ഗുണഭോക്താവിൻ്റെ സ്ഥാനം മാറ്റാം. മറ്റു പലർക്കുള്ള സംശയമാണ്, ഈ ഗുണഭോക്തൃ ആപ്ലിക്കേഷനുകളോടൊപ്പം നമ്മുടെ പകർപ്പുകൾ, നമ്മുടെ പല സർട്ടിഫിക്കറ്റുകളുടെയും പകർപ്പുകൾ വയ്ക്കണമെന്നുള്ളത്. നിർബന്ധമില്ല, സത്യവാങ്മൂലം മാത്രം മതി. നമ്മൾ തയ്യാറാക്കുന്ന അപേക്ഷാ ഫോമിൽ സത്യവാങ്മൂലമുണ്ട്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം സത്യമാണെന്ന് ഒരു സത്യവാങ്മൂലമുണ്ട്, അതുമാത്രം മതിയാവും. സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളൊന്നും അപേക്ഷാ ഫോറത്തോടൊപ്പം വെക്കേണ്ട. പകരം ഈ സത്യവാങ്മൂലത്തിന് ബേസ് ചെയ്തുകൊണ്ട് അപേക്ഷ നൽകുന്ന സമയത്ത് അദ്ദേഹം ഈ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ നൽകിയാൽ മതിയാകും. സത്യവാങ്മൂലത്തിന് വിരുദ്ധമാണ് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളെങ്കിൽ അദ്ദേഹത്തെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ മറ്റൊരു സംശയമാണ്, സ്പിൽ ഓവറായിട്ടൊരു പ്രൊജക്റ്റ് ഇപ്പോഴും ഉണ്ട്, ബെനിഫിഷ്യൽ ലിസ്റ്റ് തീർന്നു പോയി, എന്ത് ചെയ്യാൻ പറ്റും? സാധാരണ രീതിയിൽ അങ്ങനെ വരാൻ പാടില്ല. നമ്മുടെ പ്രൊജക്റ്റിനനുസരിച്ചുള്ള ബെനിഫിഷ്യറി തയ്യാറാക്കണം, നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ വർഷം ആ പ്രൊജക്റ്റ് അവിടെ വെച്ച് നിർത്തേണ്ടതായിരുന്നു. ഇനി സ്പിൽ ഓവർ ആയി പോയെങ്കിൽ അതിനുവേണ്ടി ആ സ്പിൽ ഓവർ പ്രൊജക്റ്റ് നടപ്പാക്കാൻ വേണ്ടി ഈ വർഷത്തെ ഗ്രാമസഭയിൽ പുതിയ ലിസ്റ്റ് എടുക്കാൻ തടസ്സമൊന്നുമില്ല. അതുപോലെ മറ്റൊരു സംശയമാണ്, കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് അതുപോലെ ഈ വർഷം ഉപയോഗിക്കാവോ, ബാലൻസ് കിടക്കുന്ന ഉപയോഗിക്കും? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലിസ്റ്റിനകത്ത് ആൾ ബാലൻസ് നിൽക്കുന്നെങ്കിൽ ഈ വർഷത്തേക്ക് വേണ്ടിയും ആ ലിസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്, തടസ്സമൊന്നുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും, കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് ഇപ്പോഴും ഉണ്ട് എങ്കിൽ അതിലെ എല്ലാവർക്കും ആനുകൂല്യം നൽകിയതിന് ശേഷം മാത്രമേ പുതിയ ലിസ്റ്റിൽ നിന്ന് ആൾക്കാരെ എടുക്കാൻ പാടുള്ളൂ. ഗുണഭോക്താക്കളുടെ അപേക്ഷ ഫോറം തയ്യാറാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മുൻഗണനാ മാനദണ്ഡം ലഭിക്കുന്നത് അർഹതാ മാനദണ്ഡം നമ്മുടെ സബ്സിഡി ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് 115/2022 ഉത്തരവിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മുൻഗണനാ മാനദണ്ഡം നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിൻ്റെ പ്രാദേശിക പ്രത്യേകതകൾ അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. കുറഞ്ഞത് 3 അർഹതാ മാനദണ്ഡവും 5 മുൻഗണനാ മാനദണ്ഡവും ഉണ്ടായിരിക്കണം. ഒരു അപേക്ഷ ലഭിക്കുമ്പോൾ തന്നെ അർഹതാ മാനദണ്ഡം അദ്ദേഹം പാലിക്കുന്നില്ലെങ്കിൽ അപ്പോഴേ തന്നെ വർക്കിംഗ് ഗ്രൂപ്പിന് അവരെ ഒഴിവാക്കാവുന്നതാണ്. അത്യാവശ്യം ഒരു ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനെ കുറിച്ച് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ വളരെ ശ്രദ്ധാപൂർവം, വളരെ കെയർ കൊടുത്ത് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കൽ. പരമാവധി ആൾക്കാരിലേക്ക് അറിയിപ്പ് ചെന്നിരിക്കണം. നിങ്ങളുടെ പദ്ധതിയുടെ ഫയലിനകത്ത് ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അതായത് ഗുണഭോക്തൃ അപേക്ഷ ക്ഷണിക്കാൻ വേണ്ടി പത്രത്തിലും മറ്റുമൊക്കെ പരസ്യം കൊടുത്തതിൻ്റെ കട്ടിങ്സും, അതുപോലെ തന്നെ മറ്റു രീതിയിൽ പരസ്യം നൽകിയെങ്കിൽ അത്, വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതിൻ്റെ കൺഫർമേഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫയലിൽ ഉണ്ടായിരിക്കണം. ഏത് സമയത്ത് വേണമെങ്കിലും ഓഡിറ്റിന് വിധേയമാക്കേണ്ട കാര്യങ്ങളാണത്. അതുപോലെ തന്നെ ഈ അപേക്ഷാ ഫോറം, ആൾക്കാർക്ക് നൽകുന്ന അപേക്ഷാ ഫോറം, മാർക്കിട്ട അപേക്ഷാ ഫോറം പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം കൂടി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് നിർവഹണ ഉദ്യോഗസ്ഥന്മാരാണ് സൂക്ഷിക്കേണ്ടത്. പലയിടത്തും തർക്കം വരുന്നൊരു കാര്യമാണ്, ആര് സൂക്ഷിക്കണം, പഞ്ചായത്ത് സെക്രട്ടറിയാണോ സൂക്ഷിക്കേണ്ടത്? അങ്ങനെയല്ല. ഓരോ പദ്ധതിയുടെയും അപേക്ഷാ ഫോറം നിർവഹണ ഉദ്യോഗസ്ഥനാണ് അവരുടെ ഓഡിറ്റിന് നൽകേണ്ടത്. ഒരു അപേക്ഷാ ഫോറം നൽകിയതിന് ശേഷം പിന്നീട് ആനുകൂല്യത്തിന് വീണ്ടും ഒരു അപേക്ഷാ ഫോറം, പല ഓഫീസുകളും അങ്ങനെ കാണാറുണ്ട്, മറ്റൊരു അപേക്ഷാ ഫോറം വീണ്ടും കൊടുക്കുന്നതിൻ്റെ ആവശ്യമില്ല. ഈ ഗ്രാമസഭയിൽ നൽകിയ അപേക്ഷാ ഫോറത്തെ ബേസ് ചെയ്ത് തന്നെ അവർക്ക് ആനുകൂല്യം നൽകാവുന്നതാണ്. മറ്റൊരു അപേക്ഷാ ഫോറത്തിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യ കാര്യങ്ങൾ ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.